ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ്. 3 സിനിമകളുടെ സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. യെസ്. 1 കുബേര, 2 L360, യെസ്. 3 കങ്കുവ. ഞാനിപ്പോ ഒരു നീ കൈപ്പിട്ട് വെച്ചേക്കാണ്. ഞാൻ പറയണോ നീ പറയോ? ഞാൻ സത്യത്തില് ഞാൻ രണ്ടാമത് പറഞ്ഞല്ലോ, അപ്പൊ മൂന്നാമത്തെ അവിടെ പറഞ്ഞോളൂ ഓർത്തിട്ട് ഇരിക്കുകയാണ്. ഞാൻ കരുതിയത് അങ്ങനെ ടൈം പിന്നെ എനിക്ക് തോന്നി ഞാൻ പറയണം. അല്ല പറയോ, ഓവർലാപ്പ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അത്ര സമയം എടുത്തത് കൊണ്ടാണ് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞത് കങ്കുവ. യെസ്. അങ്ങനെ 3 സിനിമകളുടെ സ്പെഷ്യൽ സംഭവങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് വൺ കുബേര. യെസ്. കുബേര സിനിമയുടെ ക്യാരക്ടർ റിവീലിംഗ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ രശ്മിക മന്ദാനയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, അതുപോലെ ഒരു വീഡിയോ, സ്പെഷ്യൽ ഗ്ലിംസ് വീഡിയോ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ആ ഗ്ലിംസ് വീഡിയോ കാണാം. ശേഖർ കമ്മുലിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ നാഗാർജുന, ധനുഷ് ഇവർ രണ്ടുപേരും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. പൊളിക്കണല്ലോ. നായിക നമ്മുടെ രശ്മിക. ചെയ്തെടുക്കാത്തതാണല്ലോ. അതെ, ശരീരം ദ്വാനുള്ള പരിപാടിയാണല്ലോ. മുഖത്ത് ചിരിയാണോ? ഒരു ചിരിയും വന്നു. വെറുതെ ഈ സൈഡ് എടുത്തത്, ഇതെല്ലാം ചിരിച്ചത്. കുബേര. അപ്പം പണം തന്നെ, പണം തന്നെ രാജാവ്. അത്രേ ഉള്ളൂ. അത് കുബേര നമ്മൾ അന്ന് തന്നെ പറഞ്ഞ സാധനമാണ്. കുബേര എന്ന് കേട്ടപ്പോ തന്നെ അല്ലേ. നമ്മുടെ ദുൽഖറിന്റെ സിനിമ ഉണ്ടല്ലോ, ഫസ്റ്റ് സിനിമ, സെക്കൻഡ് ഷോ, അതിന്റെ ഡയലോഗ് ഉണ്ട്, അന്നും ഇന്നും എന്നും പെണ്ണിനെ പണം തന്നെ കാമുകൻ. തീർച്ചയായിട്ടും ഇതിനകത്തും കാമുകൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇതുവരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പരിപാടികളാണ് ചെയ്യുന്നത്. കമ്പിപ്പാരെടുത്തിറങ്ങുന്നത് സംഭവം നമ്മളൊക്കെ ചോദിക്കാറില്ലേ, ഒരു പണിയും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ സൈഡിലൂടെ പോകുമ്പോഴേ കമ്പിപ്പാരെടുത്ത് കക്കാറങ്ങുന്നതാണ് ഇതിനേക്കാൾ നല്ലതെന്ന്. അല്ല, നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പല ആൾക്കാർ ചോദിക്കാറുണ്ട്. നമ്മളെ ചോദിക്കാറുണ്ടെന്ന് പറയണ്ട, നമ്മളോട് പല ആൾക്കാരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. നല്ല കമ്പിപ്പാരെ എടുത്ത് വല്ല പണിക്കും പോയിക്കൂടെന്നോ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മള് മാത്രമല്ല ആ ചോദ്യം നേരിടുന്നത്, രശ്മിക്ക് നേരിടുന്നുണ്ട്. അപ്പൊ ആള് അത് പ്രാവർത്തികമാക്കി സിനിമയിൽ. അപ്പൊ നമുക്ക് മുന്നേ അത് പ്രാവർത്തികമാക്കണം. സിനിമ തരട്ടെ. ഓക്കെ, എന്താണെങ്കിലും കുബേര അടുത്തതായിട്ട് വരാനിരിക്കുന്ന ധനുഷിന്റെയും നാഗാർജുനന്റെയും സിനിമയാണ്. എന്തായാലും ഇനി നമ്മൾ കണ്ടതാണ്. അതായത് ഒരു പിച്ചക്കാരനായിട്ടാണ് ധനുഷില് അഭിനയിക്കുന്നത്. പിന്നീട് അങ്ങോട്ടൊരു വളർച്ചയായിരിക്കും. കുബേര അതന്നെ കളിയായിട്ടുണ്ടായിരുന്നു. യെസ്. അടുത്തത് L360. തരുൺ മൂർത്തി. യെസ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടൻ്റെതായി വരാൻ പോകുന്ന അടുത്ത സിനിമയാണ് L360. സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സ്പെഷ്യൽ ഗ്ലിംസ് എത്തിയിട്ടുണ്ട്. ഷെഡ്യൂൾ ബ്രേക്ക് ആണ്. അപ്പം അതിനു മുന്നേ നടന്ന സംഭവങ്ങളെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഒരു വീഡിയോ സ്പെഷ്യൽ. യെസ്. ഓക്കെ, കാണാം. 47 വർഷമായിട്ട് അഭിനയിക്കാണ്. സിനിമകൾ തന്നെയാണ്. അതൊരു സത്യം. നമുക്ക് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും ഓരോ സിനിമ ചെയ്യുന്നത് വളരെ ചില സിനിമകളോട് നമുക്ക് ഭയങ്കര എല്ലാ പ്രളയവും എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രത്യേകിച്ച് പറയാനുള്ളത് ലൈറ്റ് ആക്ടിങ്. അവിടെ എടുത്ത റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം മഴയത്തും ഒരുപാട് രാത്രിയിലോട്ട് വരാൻ നല്ല ടൈമിലാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും ആദ്യത്തെ റിവിഷൻ മീറ്റിംഗിൽ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല. പിന്നെ എനിക്ക് എന്റെ ടീമിന് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എല്ലാ എല്ലാത്തിലും ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു.
സന്തോഷമായിട്ട് എല്ലാവരും പോകുന്നു പറയുമ്പോൾ ഒരു ബ്രേക്കാണ്. പക്ഷേ ഇത് എല്ലാവരും സന്തോഷത്തോടെ പോകുന്നു, എല്ലാവരും ഹാപ്പി ആവുന്നു. എന്തായാലും ഒരു പോസിറ്റീവ് സംഭവം ഈ പടത്തിനുണ്ട്. അത് ഉറപ്പായിട്ടും പോസിറ്റീവ് ആകുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പോകുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടാവും. പ്രത്യേക ആ സങ്കടത്തോടു കൂടി ഞാൻ പോകും. സങ്കടത്തിന് പോകും, വീണ്ടും എളുപ്പം തിരിച്ചു വരാൻ. മോനെ നല്ല വീഡിയോ. അതായത് ആള് പോവാണ് എമ്പുരാനിലേക്ക്. എമ്പുരാനിലേക്ക് പോവാന്ന് പറയുമ്പോ സാധാരണ നമ്മളിപ്പോ ഇവിടുന്ന് വേറെ ആളിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. അതെ, വേറെ സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളത് വലിയ സംഭവമല്ല. സത്യം. അതായത് L360 നിന്ന് എമ്പുരാനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതിലെ കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്കാണ് ആള് മാറാൻ പോകുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിന് അറിയില്ല ഇവരെ ആരെയും. ഈ കഥാപാത്രത്തിനും അറിയില്ല അവരെ ആരെന്നുള്ള. അപ്പൊ ആളുടെ എന്താ പറയാ, ആ ഒരു യാത്ര പറച്ചിലുണ്ടല്ലോ, ഒരു പ്രത്യേക വൈബ് തരുന്നുണ്ട്. അതായത് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ക്യാരക്ടർ വിട്ടിട്ട് പുറത്തോട്ട് പോകുന്ന ഒരാളുടെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതായത് ആ യൂണിവേഴ്സിൽ നിന്ന് അടുത്തതിലേക്ക് വേറൊരാളിലേക്ക് പോകുന്നത്, ആ ഒരു ഫീൽ കിട്ടണം. ശരിക്കും ഇവരെ സമ്മതിക്കണം കേട്ടോ. പരകായ പ്രവേശമാണ്. ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ വേറെ ആള് അല്ലേ? ശരിക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അനുമാനം പറഞ്ഞ പോലെ ഒരു മീശന്റെ ഇവിടെ പിരിച്ചു വെച്ച് പോയി ദേവാസുരം ചെയ്യുന്നല്ലേ. അതൊരു സത്യം. അതിനകത്തൊന്നും വേറെ തർക്കമൊന്നുമില്ല. ഇപ്പുറത്ത് വന്നിട്ട് അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള സിനിമയും ചെയ്യും. അതാണ് മനുഷ്യൻ. അതിനകത്ത് സീരിയസ്നെസ് ഒട്ടുമില്ലാത്ത ഫുൾ ഫൺ ആയിട്ടുള്ള കഥാപാത്രവും ചെയ്യാം. അതെ. ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ L360 നേരെ പോകുന്നത് ഏതിലേക്കാന്ന് അറിയണം? എബ്രാം ഖുറേഷിയിലേക്കാണ്. അതിനുശേഷം അവിടുന്ന് തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്ക്. അപ്പത്തെ അത് തന്നെ രണ്ടെണ്ണാണ്. രണ്ട് വിധത്തിൽ അഭിനയിക്കുന്ന സാധനമാണ് അത്. അപ്പൊ കങ്കുവിലേക്ക് പോവാം. ഒക്ടോബർ 10 വരാനിരിക്കുകയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഏതും ഇന്ത്യയില് ആരൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് നോക്കുന്നത്. കേരളത്തില ഇന്ത്യ ആണല്ലേ. E4 എന്റർടൈൻമെന്റ്. ഓക്കെ. യെസ്. പിന്നെ കർണാടക KVN പ്രൊഡക്ഷൻ. ഓക്കെ. നോർത്തിൽ എടുത്തിരിക്കുന്നത് AA ഫിലിംസ് ആൻഡ് പെൻ സ്റ്റുഡിയോസ്. കൊള്ളാം. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, നിസാം, മൈത്രി. പിന്നെ ഓവർസീസ്. അത് ഇന്ത്യയിലല്ലോ. അല്ല. AP ഇന്റർനാഷണൽ. ഇവരാണെങ്കിലും 5-6 പേര് അല്ലേ? 5 പേര്, 5 ടീംസ്. 5 ടീം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നു. ഇനി ആകെ ഓഫീസ് പിന്നെ ഇവരെടുക്കും, അതിനുശേഷം മാറ്റി കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്നതാണ്. അതുമല്ല, ഇനി ആകെ എത്ര 95 ദിവസം 96 ദിവസം കൂടെ ഉള്ളൂ. കങ്കുവ സൂര്യയുടേതായി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഹൈപ്പുള്ള സിനിമ. എനിക്ക് തോന്നുന്നു കൽക്കിക്ക് ശേഷം ഇന്ത്യയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ പോകുന്ന സിനിമയായിരിക്കും അല്ലേ? അത് പറയാൻ പറ്റില്ല. ഇന്ത്യൻ 2 ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഗോട്ടുണ്ട്, പിന്നെയുണ്ട് മറ്റേ രജനീകാന്തിന്റെ സിനിമയുണ്ട്, വേട്ടയ്യൻ. അങ്ങനെ കുറെ സിനിമകൾ ഇതിന്റെ ഇടയിൽ കൂടി വരാനുണ്ട്. പക്ഷേ ഇത് ഓളം ഉണ്ടാക്കിയിരിക്കും. അതായി ഇറങ്ങുന്ന അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള ഏതോ അതിന് മുന്നേ വന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ട. ആ സമയത്ത് അതൊരു ഓളമായിരിക്കും. എന്തായാലും സൂര്യയുടേതായി വരുന്ന ഏറ്റവും വലിയ സിനിമ തന്നെ. അതെ, ഏറ്റവും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി. അതെ, തീർച്ചയായിട്ടും അത് കങ്കു തന്നെയാണ്. എന്താണെങ്കിലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. 3 സിനിമകളായിരുന്നു. ഇനിയുള്ള അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.